ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വ്യത്യസ്ത രീതിയിൽ ഒരു എഗ് കറി ആക്കി നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ച് അതിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. അത് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് നമുക്ക് വലിയ 2 സവാള എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ വലിയൊരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ പച്ചക്കറിയും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്ന് വരണ്ട, എന്നാൽ അതിൻ്റെ ഒരു കുറച്ചൊരു ലൈറ്റ് കളറായിട്ട് വരണം. ഓക്കെ, ഈ ഒരു പാകത്തിലായിട്ട് നമ്മൾ മിക്സി ജാറിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, ഇതേ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അരച്ച് വെച്ച കൂട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതുപോലെ കശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ടാൽ മതി. ഏകദേശം ഒരു 1 to 1.5 ടീസ്പൂണോളം ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. മഞ്ഞൾ മാത്രം കുറച്ചാൽ മതി. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച എഗ്ഗ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കൺസിസ്റ്റൻസി പാകാക്കുക. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. താങ്ക്